നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗാസയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നു തുടങ്ങി. പക്ഷേ ഇത് എത്ര നാൾ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ സംശയത്തിന്റെ മുൾമുനയിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. ഒരിക്കലും സാധ്യമാകാത്ത തരത്തിലാണോ ഈ പോകുന്നത് എന്നുള്ള സംശയവുമുണ്ട്. 94 ഓസ്ലോ കരാർ ഇസ്രായേൽ പാലസ്തീൻ ഒരു ധാരണയിൽ പോകാൻ സാധ്യമായി. അന്ന് ലോകം മുഴുവനും കൈയടിച്ചിരുന്നു. പക്ഷേ ഇന്നൊരു സമാധാന കരാറിലേക്ക് പോകുമ്പോൾ ആ കയ്യടിയുടെ ആക്കമങ്ങ് കുറയുന്നുണ്ടോ എന്നൊരു സംശയം. ഇത്തവണ നൊബേൽ സമ്മാനം ഒന്നും ട്രംപ് വാങ്ങിയില്ലെങ്കിലും അടുത്ത തവണ തനിക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. ആ ഉറപ്പ് ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ചില അന്തർധാരകൾ ഇസ്രായേൽ ശൊരുക്ക് കൂട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയവും ചില സൂചനകളും വരുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് ഇന്ന് പുറപ്പെടുന്ന ട്രംപിന് ഒപ്പം 20 രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഉള്ളത്. അതൊരു സമാധാനത്തിന്റെ കരാർ ഒപ്പിടാൻ, ഗാസയുടെ പൂർണ്ണ മോചനം, നിരവധി ഇസ്രായേൽ ബന്ദികളുടെ മോചനം. ഈ ഒരു സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ആ സമാധാനത്തോടുള്ള ആ ഒരു വെള്ളരിപ്രാവുകളെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഹമാസിന് ഈ കിട്ടിയ സമയം കൊണ്ട് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്നുള്ള സൂചനകളാണ്. പൂർണ്ണമായും ഹമാസ് ആയുധധാരികളായിട്ട് ഗാസ മുഴുവനും ചുറ്റി വളഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും സൂചനകളുമാണ് വരുന്നത്. ഏകദേശം 75% ഗാസയിൽ ഇസ്രായേൽ സേന നിയന്ത്രണത്തിൽ ഇരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ 50% സേന മാത്രമേ ഉള്ളൂ. ആ ഒരു ഇടയിലേക്കാണ് ഹമാസ് ഇപ്പോൾ കടന്നു കയറിയിരിക്കുന്ന ആയുധവുമായി, തങ്ങൾ പിടിച്ചെടുക്കാനുള്ള ധൈര്യത്തോടെ, കൊലവിളിയോടെ. ആ ഒരു നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സന്ദർഭം ഗാസ പൂർണ്ണമായും തങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരാനുള്ള ഒരു അവസരമാണ് ഹമാസ് ഇപ്പോൾ കാണിക്കുന്നത്. ആയുധധാരികളായ ഹമാസ് 3000-ഓളം പേരാണ് ഇന്ന് ഗാസയിൽ കുടിയേറിയിരിക്കുന്നത്. എന്നാൽ ഒരു ഭാഗത്ത് തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ആവേശത്തോടെ ഏകദേശം 50,000-ഓളം ഗാസ നിവാസികളാണ് തിരികെ എത്തിയിരിക്കുന്നത്. വീണ്ടും 100,000-ഓളം ആൾക്കാർ വരാനിരിക്കുന്നു തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക്. വീണ്ടും ഒരു സ്വസ്ഥതയോടെയും സമാധാനത്തോടെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആ പ്രതീക്ഷ എത്ര നാളത്തേക്ക്? ആ പ്രതീക്ഷ അവരുടെ മാത്രമാണോ? ആ പ്രതീക്ഷ കൈവിടാതെ ഓരോ പലസ്തീൻ ജനതയും തിരികെ എത്തുമ്പോൾ തിരിച്ച് സംഭവിക്കുന്നത് മറ്റൊന്നാണോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ ഹമാസിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ്. ജീപ്പുകളിൽ ആയുധം ധരിച്ച് പായുന്ന ഹമാസ് ഭീകരവാദികൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇസ്രായേൽ സേന. ഇതേ ആശങ്ക, ലോകം കാണുന്ന ഇതേ ആശങ്ക ജനങ്ങൾക്കുമുണ്ട്. ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഭരണകൂടത്തിനും. ഹമാസ് തടവിലാക്കിയ ബന്ദികൾ, അതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം. അത് തിരികെ കിട്ടണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ഇസ്രായേൽ. അതിനുവേണ്ടി മിണ്ടാതിരിക്കുക എന്നുള്ള മാർഗമാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. 3 ഭീകര സംഘടനകളിലാണ് ഈ ബന്ദികളെ സൂക്ഷിച്ചിരിക്കുന്നത്. ഒന്ന് ഇസ്ലാമിക് ജിഹാദ് ഓഫ് പാലസ്തീൻ, പോപ്പുലർ ഫ്രണ്ട് ലിബറേഷൻ ഓഫ് പാലസ്തീൻ തുടങ്ങിയ സംഘടനകളുടെ കീഴിലാണ് ഈ ബന്ദികൾ. 42ഓളം ബന്ദികൾ ഉള്ളതിൽ മൃതദേഹങ്ങൾ 28 എന്നുള്ളതാണ് കണക്ക്. അത് കൈമാറാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ സാധിക്കാത്ത തരത്തിലാണ് ഹമാസ് ഉള്ളതെന്നാണ് വിലയിരുത്തുന്നത്. ഇത് ഇസ്രായേൽ എത്രമാത്രം അംഗീകരിക്കും? തങ്ങളുടെ ബന്ദി മോചനം അത് ഇസ്രായേലിന്റെ ആവശ്യമാണ്, നെതന്യാഹുവിന്റെ ആവശ്യമാണ്. ഇതിൽ എത്ര പേർ ജീവനോടെയുണ്ട്, എത്ര പേർ ഇപ്പോഴും മരണപ്പെട്ടു എന്നുള്ളതിന് കണക്കുകളില്ല. മരണപ്പെട്ടവരുടെ ശവശരീരം പോലും ഇനി പ്രിയപ്പെട്ടവർക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതും അറിയില്ല. അങ്ങനെ വന്നാൽ ഇസ്രായേൽ വീണ്ടും ആയുധമെടുക്കാൻ സാധ്യതയേറുന്നു. ഒന്ന് ബന്ദികളുടെ മോചനം, അടുത്തതായിട്ട് ഇസ്രായേൽ സേനയുടെ പിൻവാങ്ങൽ, പിന്നീട് ആണ് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം. ഇപ്പോൾ തന്നെ അവിടെ കാണുകയാണ് ആയുധധാരികളായിട്ടുള്ള ഹമാസ്. ഈ ഹമാസ് എത്രമാത്രം ആയുധം വെച്ച് കീഴടങ്ങും എന്നുള്ളത് കണ്ടിരുന്ന് കാണാം. അങ്ങനെ സാധ്യമാകാതെ വന്നാൽ ഇസ്രായേൽ എന്തായിരിക്കും തീരുമാനമെടുക്കുന്നത്? ഇത് സാധ്യമാകുമോ? ഇപ്പോൾ തന്നെ ഹമാസ് കാണിക്കുന്ന ഈ അഹങ്കാരം
ഒരുപക്ഷെ വീണ്ടും വലിയൊരു യുദ്ധത്തിലേക്കാണോ കടക്കുന്നത്? ഹമാസിനെ മുഴുവനായും നശിപ്പിക്കണം, നിരായുധീകരിക്കണം. ഇത് ഒന്നു മാത്രമേ ഇസ്രായേലിന്റെ ആവശ്യമുള്ളൂ. ഹമാസിനെ വാഴാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നെതന്യാഹുവിന്റെ പക്ഷം. അത് കട്ടായമെങ്കിൽ പിന്നീട് സംഭവിക്കുന്നത് ദുരന്തം തന്നെയായിരിക്കും, ദുരന്ത ഭൂമിയായിരിക്കും. അത്തരത്തിൽ വരികയാണെങ്കിൽ വീണ്ടും വലിയൊരു യുദ്ധത്തിലേക്കാണ് കടക്കുന്നത്. തിരികെ എത്തിയ, തൻ്റെ സ്വന്തം നാട്ടിലേക്ക് എത്തിയ ഒരു വിഭാഗം ജനത, പ്രതീക്ഷയുടെ വീണ്ടും നല്ല നാളുകൾ തങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കരുതിയിരിക്കുന്ന ആ ജനങ്ങൾ വീണ്ടും ഒരു യുദ്ധഭൂമിയിലേക്കാണോ കടക്കുന്നത്? വളരെ കലുഷിതമായ ഒരു സംഘർഷാവസ്ഥയിലേക്കാണോ, ഒരു കലാപഭൂമിയിലേക്കാണോ വീണ്ടും ഗാസ പോകുന്നത്? ഏതായാലും ട്രംപ് 20 പ്രതിനിധികളടക്കം വീണ്ടും ചർച്ച ചെയ്യുന്നു, ആ ഒരു കരാർ ഒപ്പിടുന്നു. ബന്ദികളെ കിട്ടിയാൽ, ഹമാസിന്റെ ആയുധം താഴെ വെച്ചില്ലെങ്കിൽ പിന്നെ നടക്കുന്നത് വലിയ യുദ്ധം തന്നെയായിരിക്കും. ആ യുദ്ധത്തിൽ നെതന്യാഹുവിനോടൊപ്പം അമേരിക്കയും കാണുമെന്നുള്ളതിന് കട്ടായം തന്നെയാണ്. അങ്ങനെ വന്നാൽ ഹമാസിനെ തരിപ്പണമാക്കാതെ, ഭൂമിയിൽ ഒരു ഇതള് പോലും വെക്കാതെ, ഒരു ശ്വാസം പോലും വെക്കാത്ത തരത്തിൽ ഹമാസിനെ മുച്ചൂട് നശിപ്പിച്ചേ ഇനി ഇസ്രായേൽ പിൻവാങ്ങുകയുള്ളൂ. ഇത് ഹമാസ് വരുത്തിവെച്ച വിനയെന്ന് തന്നെ ലോകം പറയേണ്ടി വരും.